തോമസിനെതിരായ സൈബർ ആക്രമണത്തിൽ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തി. കോൺഗ്രസ് അനുകൂലികളാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെങ്കിൽ ഉടൻ നിർത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം കൂടെ നിൽക്കുമെന്നാണ് വിശ്വാസമെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. എൻ്റെ പ്രസ്ഥാനം, ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് അതിലൊന്നും നോക്കൂ, എനിക്ക് പറയാനുള്ളതൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുള്ള, ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ആരുടെയും ഒരു സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തുന്നില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഉമാ തോമസ് MLAക്ക് മാത്രമല്ല, ഇതിൽ പരാതിയുമായി രംഗത്തെത്തുന്നവർക്കൊക്കെ എതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉമാ തോമസ് MLAയുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെടുമെന്നാണോ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെയാണ് ഉമാ തോമസ് MLAക്കെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം ഉണ്ടായത്. മാത്രവുമല്ല, അതിൽ ഐഡന്റിഫൈഡ് പ്രൊഫൈലിൽ നിന്നടക്കം വലിയ തരത്തിലുള്ള ഈ പ്രതികരണമടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കടക്കം കടുത്ത അതൃപ്തിയുള്ളത്. അതിൽ പലരും അക്കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് അനുകൂലികളാണെങ്കിൽ ഈ ഇത്തരം പ്രചരണങ്ങൾ, ഇത്തരം സൈബർ അറ്റാക്കുകൾ അത് ഉടൻ നിർത്തണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലെ ഒരു മുതിർന്ന വനിതാ MLAക്കെതിരെ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ അത് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണെങ്കിൽ അത് അവസാനിപ്പിക്കണം. മാത്രവുമല്ല, അക്കാര്യത്തിൽ പാർട്ടി ഇടപെടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ സജീവമായി ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ചർച്ചകളിലടക്കം ഈ വിഷയം ഉണ്ടാകും. മാത്രവുമല്ല, ഇതിനോടകം തന്നെ ഇടത് ഹാൻഡിലുകൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഉമാ തോമസിന് അതല്ലെങ്കിൽ കോൺഗ്രസിൽ വനിതകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, അഭിപ്രായ പ്രകടനത്തിനുള്ള കഴിയാത്ത സാഹചര്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും സജീവമാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.